One of the dangerous batsmen from Malappuram is Lalu, and now striking until Kerala tennis cricketile ini അദ്ദേഹം കളിക്കാത്ത രംഗഭൂമികളൊന്നും തന്നെയില്ല. ഷഹീർ ആർഡി and bowling until സച്ചി അയ്യനാഥ്, കേരളത്തെ തന്നെ വിറപ്പിച്ച കളിക്കാരൻ. ഇത്തവണ ആദ്യ ബോളുകൾ തന്നെ ആചാരവേണ്ടി ഒത്തിച്ചിരിക്കുന്ന ഷഹീർ ആർഡി, ഉമേഷ് ഡാമിന്റെ കൂടെ ശ്യാം ഗില്ലിയുടെ കൂടെയെല്ലാം കളിച്ച പരിചയ സമ്പത്തുള്ള, റോഷൻ രാജയുടെ കൂടെയെല്ലാം കളിച്ച പരിചയ സമ്പത്തുള്ള കളിക്കാരനാണ് ഷഹീർ ആർഡി. ഉയർത്തിയടിക്കുന്ന പന്തിന് ഉകാസിന്റെ കൈകളിൽ അത് ഭദ്രമാണ്. ടീമിന് വേണ്ടി അത്രമേൽ ഭേദമെടുക്കുന്ന കളിക്കാരനാണ് ഉകാസ്. Very good ball, Mr. Wicket di depan പന്തുകൾ. ഇത്തവണ അഗെയിൻ ഉയർത്തിയടിക്കാനുള്ള ശ്രമം. സെക്കൻഡ് ഓവർ 20 റൺസിൽ എത്തി നിൽക്കുന്നു സ്കോർ കാർഡ്, 4 വിക്കറ്റ് നഷ്ടത്തിൽ. ആദ്യ പന്തിൽ ഒരു സിക്സറിലൂടെ ഇത്തവണ സജീവരെ വിലക്കുന്നു അഖിൽ അശോക്. 1-1-2. ഗുഡ് ബോളിംഗ്, തുടർച്ചയായ സുന്ദരമായ ബൗളുകൾ മാത്രമാണ് അദ്ദേഹത്തിൽ നിന്നും പിറക്കുന്നത്. വെരി ഗുഡ് ബോൾ ഫ്രം മിസ്റ്റർ. ഇത്തവണ ഒരു സിക്സർ കൂടി അഖിലിന്റെ ബാറ്റിൽ നിന്നും പിറക്കുന്നു. സജിക്ക് വീണ്ടും ഒരു സിക്സർ. സ്കോർ കാർഡ് വീണ്ടും ചലിച്ചു തുടങ്ങിയിരിക്കുന്നു. 34 എത്തിൽ നിൽക്കുന്നു. 3 ഓവർ സമാപിച്ചപ്പോൾ 34 റൺസിൽ എത്തി നിൽക്കുന്നു ടീം വാട്ടർ ബോയ്സ് വളമെടുക്കുന്നു. UK യുക്കാസ്. ഈ തവണ അബസിംഗ് പ്ലീസ്. ബൗണ്ടറി സിഗ്നൽ ഈസ് ഔട്ട്. ഒരു വിക്കറ്റ് കൂടി നഷ്ടമാകുന്നു വാട്ടർ ബോയ്സ് വളമെടുത്തതിന്. പ്പോൾ 36 റൺസ് 5 വിക്കറ്റ് നഷ്ടത്തിൽ വാട്ടർ ബോയ്സ് വളമെടുത്തു. ഓവറുകൾ പിന്നിട്ടപ്പോൾ 51 റൺസ്. ഓപ്ഷനിലെ ഏറ്റവും വില കൂടിയ താരം സ്ട്രൈക്കിൽ നിൽക്കുന്നു. 12 പന്തുകൾ അദ്ദേഹത്തിന്റെ പക്കലുണ്ട്. ആദ്യ പന്ത് തന്നെ ഉയർത്തിയടിച്ച് സിക്സർ പറത്തിക്കൊണ്ട് തുടങ്ങുന്നു ചീക്കു. ജിത്തുവിന്റെ രണ്ടാം പന്തും വലിയൊരു ഷോട്ടിന് ശ്രമിക്കുന്നു, പക്ഷേ ഇത്തവണ കൃത്യമായി കണക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. ഇത്തവണ വീണ്ടും ഒരു സിംഗിൾ മാത്രമായി അവസാനിക്കുമ്പോൾ റൺ ഔട്ട് ചാൻസ് അവിടെ.
Flower delivery from Chittu. ഓവറുകൾ പിന്നിട്ടപ്പോൾ 62 റൺസ് 5 വിക്കറ്റ് നഷ്ടത്തിൽ വാട്ടർ ബോയ്സ് വളമരുതൂർ. 6 പന്തുകൾ ബാക്കി നിൽക്കുന്നു. ആദ്യ ഹാട്രിക്കിന് ഉടമയായ താരം അറഫാത്ത് കഴിഞ്ഞ മത്സരത്തിൽ എങ്ങനെ നിർത്തിയോ അതുപോലെ തന്നെ തുടങ്ങുന്നു അറഫാത്ത്. പേസുള്ള പന്തുകളുമായി ബാറ്റ്സ്മാൻമാരെ കുഴപ്പിക്കുന്നു അറഫാത്ത്. മികച്ചൊരു പന്ത് കൂടി, പക്ഷേ ഇത്തവണ റൺസിന് മുതിരുന്നില്ല. ഒരു ഡോട്ട് ബോൾ കൂടിയായി മാറുന്നു. 3-ാം പന്തും ഡോട്ടായി മാറുന്നു. വളരെ മികച്ച രീതിയിൽ പന്തെറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഉടനീളം മത്സരത്തിൽ എല്ലാ ബൗളർമാരും ഒന്നിനൊന്ന് മെച്ചമായി പന്തെറിഞ്ഞുകൊണ്ടിരിക്കുന്നു. വീണ്ടും വീണ്ടും മികച്ച പന്തുകളുമായ ലെഗ് ബൈ സിംഗിൾ മാത്രം. നടേശൻ വലിയ ഷോട്ടുകൾക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ വീണ്ടും മികച്ചൊരു പന്തോട് കൂടി ആദ്യ ഇന്നിംഗ്സിന്റെ ബൗളിംഗ് അവസാനിപ്പിക്കുമ്പോൾ സെക്കൻഡ് റൺസിനുള്ള ശ്രമം റൺഔട്ടായി മാറുമ്പോൾ 65 റൺസിൽ അവസാനിക്കുന്നു ആദ്യ ഇന്നിംഗ്സ്. വാട്ടർ ബോയ്സ് വളമരുതൂരിന്റെ താരതമ്യേന ചെറിയ സ്കോറാണെന്ന് പറയാമെങ്കിലും മികച്ച ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റുള്ള ടീമാണ് വാട്ടർ ബോയ്സ് വളമരുതൂർ. വാട്ടർ ബോയ്സ് വളമരുതൂരിന് വേണ്ടി ആദ്യ ഓവർ എറിയാനെത്തുന്നു ലാലു. 66 റൺസിന്റെ വിജയലക്ഷ്യം. സജി എവർട്ടൺ പുറത്തുനിമിച്ച് ഒരുപാട് മത്സരങ്ങൾ ഒന്നിച്ച് കളിച്ച 2 താരങ്ങൾ ഇത്തവണ നേർക്കുനേരെത്തുമ്പോൾ ആദ്യ പന്ത് തന്നെ ഒരു മികച്ച പന്താക്കിക്കൊണ്ട് തുടങ്ങുന്നു ലാലു. കട്ടർ ഡെലിവറി നേരെ ഫീൽഡറുടെ കൈകളിൽ. ആദ്യ വിക്കറ്റ് 2-ാം പന്തിൽ തന്നെ നഷ്ടമാകുന്നു. സ്പാർക്ക് എവർട്ടൺ പുറത്തൂരിന് ഫാനായി എത്തുന്നു വിനോയ് നെട്ടു, ഐക്കൺ പ്ലെയർ ഓഫ് സ്പാർക്ക് എവർട്ടൺ പുറത്തൂർ. വലിയ ഹിറ്റിന് ശ്രമിക്കുന്നു ഇത്തവണ, പക്ഷേ നിങ്ങൾക്ക് പിഴച്ചു. ശ്രീലാൽ ലാലുവിനെ കടന്നാക്രമിക്കാൻ ശ്രമിച്ചാൽ റിസൾട്ട് ഇത് തന്നെയായിരിക്കുമെന്ന് വീണ്ടും കാണിച്ചു തരുന്നു ലാലു. ഇനിയുള്ള 2 പന്തുകൾ ബാറ്റ്സ്മാൻമാർ എങ്ങനെ നേടുമെന്ന് വീണ്ടും ഹിറ്റുകൾക്ക് ശ്രമിക്കുന്നു. പക്ഷേ 3-ാം വിക്കറ്റും നഷ്ടപ്പെട്ടു എന്നുറപ്പിച്ച സ്ഥാനത്ത് നിന്നും വിട്ടുകളയുന്നു ശ്രീഹരി. 2 വിക്കറ്റുകൾ നേടിയ ലാലുവിന്റെ 3-ാം വിക്കറ്റ് നിലത്തിടുന്നു വിക്കറ്റ് കീപ്പർ ലാലു. ആദ്യ ഓവർ 1 റൺസ് വിട്ടു നൽകി 2 മികച്ച വിക്കറ്റുകൾ സ്വന്തമാക്കിക്കൊണ്ട് വാട്ടർ ബോയ്സ് വളമരുതൂരിന് അഖിൽ. C1 from Mr. അഖിൽ. വൺ ഡൗൺ ബാറ്റ്സ്മാനെയും പുറത്താക്കി ഒരു പ്രഷർ കൊടുക്കുന്നു മത്സരത്തിൽ. വീണ്ടും മികച്ചൊരു പന്ത് കൂടി എറിഞ്ഞു മാറുന്നു അഖിൽ. ലാലുവിന്റെ കൈകളും ചോരുന്നു. ഇതൊരു മത്സരം തന്നെ വിട്ടുകളഞ്ഞതാണോ എന്ന് ഇനി കണ്ടറിയേണ്ടി വരും. അതെ, സജിയുടെ ക്യാച്ച് വിട്ടാൽ പിന്നീട് എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കി കൊടുക്കുന്നു സജി. വീണ്ടും വലിയ റേറ്റിനുള്ള ശ്രമം, പക്ഷേ അഖിലിന്റെ പേസിനെ മത്സരം സ്പാർക്ക് എവർട്ടന്റെ കൈകളിലായിരിക്കും. മികച്ച ഓവർ കൂടി അവസാനിക്കുമ്പോൾ 8 റൺസ് 2 വിക്കറ്റ് നഷ്ടത്തിൽ സ്പാർക്ക് എവർട്ടൺ പുറത്തൂർ. ഇത്തവണ വീണ്ടും ലാലു. ഇത്തവണ ആ പന്തിനെ ജഡ്ജ് ചെയ്യാൻ സാധിക്കുന്നില്ല. ലാലുവിനെ കടന്നാക്രമിക്കുന്നു സജി. വീണ്ടും ഉയർത്തി അടിക്കാനുള്ള ശ്രമം. നേരെ ഫീൽഡറുടെ കൈകളിൽ ഒരു സിംഗിൾ മാത്രമായി. ലാലു ബ്യൂട്ടിഫുൾ വൺ ഡോട്ട് ബോൾ. ഇനി അടിക്കുന്നു ഇത്തവണ ലാലുവിന്റെ പന്തിന് സിക്സർ പറത്തിക്കൊണ്ട് സ്പാർക്ക്. വീണ്ടും വലിയൊരു ഷോട്ടിനുള്ള ശ്രമം. ഒരു സിംഗിളായി മാറുന്നു. 2 ഓവറുകൾ അവസാനിക്കുമ്പോൾ
23 റൺസ് 2 വിക്കറ്റ്. 3 ഓവർ അവസാനിക്കുമ്പോൾ 23 റൺസ് 2 വിക്കറ്റ് നഷ്ടത്തിൽ. കീപ്പർക്ക് എത്തിപ്പിടിക്കാൻ സാധിക്കാതെ അതൊരു 4 റൺസായി മാറുന്നു. ഇത്തവണ ഉയർത്തിയടിക്കാനുള്ള ശ്രമം കൃത്യമായി കണക്ട് ആകുന്നില്ല. ഒരു സിംഗിളിന്റെ രൂപത്തിൽ സ്ട്രൈക്കിലേക്ക് എത്തുന്നു സജി. ബ്യൂട്ടിഫുൾ വൺ ഫ്രം ദ മാൻ സജി. വീണ്ടും ഉയർത്തിയടിക്കുന്നു. ഇത്തവണ നേരെ ഫീൽഡറുടെ കൈകളിൽ സജി മടങ്ങുന്നു. മത്സരത്തിന് ഏകദേശം ഒരു സേഫായ സ്ഥലത്തെത്തി എന്ന് വിശ്വസിക്കാം. പക്ഷേ കളിയാണ്, ക്രിക്കറ്റാണ്, എന്തും സംഭവിക്കാം. ചീക്കുവിന്റെ അവസാന പന്ത് വിജീഷ്. സജിയുടെ വിക്കറ്റ് പോയാലും തങ്ങളുടെ ടീമിൽ ഒരു വെടിക്കുള്ള വരുന്നുണ്ടെന്ന് കാണിച്ചുകൊണ്ട് വിജീഷ് ഒരു സിക്സറിലൂടെ തുടങ്ങുന്നു. 4 ഓവറുകൾ പിന്നിടുമ്പോൾ 40 റൺസ്, 3 വിക്കറ്റ് നഷ്ടത്തിൽ സ്പാർക്ക് ബട്ടൺ പുറത്തൂർ. ഇനി 26 റൺസ് വിജയലക്ഷ്യം 18 പന്തുകളിൽ നിന്നും. Beautiful one, Mr. Akhil. വലിയ ഷോട്ടിന് ശ്രമിക്കുന്നു. പക്ഷേ കൃത്യമായി കുത്തി ഉയർന്ന പന്തിനെ നേരിടാൻ സാധിക്കുന്നില്ല. ഈ ഒരു ഓവറിലെ 3 പന്തുകൾ കൂടി കൃത്യതയാർന്ന പന്തുകളായി ഒരു മെയ്ഡൻ ഓവർ വെക്കാൻ സാധിച്ചാൽ മത്സരത്തിൽ ഇനിയും പിടിമുറുക്കാനുള്ള ഒരു പിടിവള്ളി കൂടി ലഭിക്കും. ഇത്തവണ അടിച്ചെടുത്ത് ഓഫ് സൈഡിലേക്ക് നേരെ സഹീറാദിയുടെ കൈകളിൽ ഭദ്രമായിക്കൊണ്ട് അടുത്ത വിക്കറ്റ് നഷ്ടമാകുന്നു സ്പാർക്ക് ബട്ടൺ പുറത്തൂരിന്. മത്സരത്തിന്റെ പിടിവള്ളി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു സ്പാർക്കിന്റെ. സജിയുടെ വിക്കറ്റിന് ശേഷം അഖിലിന്റെ ബോളിനെ ബഹുമാനിക്കുന്നു അപ്പു. ഒരു റൺസ് മാത്രം വിട്ടുകൊടുത്ത് 2 വിക്കറ്റുകൾ സ്വന്തമാക്കിക്കൊണ്ട് അഖിൽ മികച്ചൊരു ഓവർ എറിഞ്ഞു മാറുമ്പോൾ 12 പന്തുകളിൽ നിന്നും 25 റൺസിന്റെ വിജയലക്ഷ്യം.